ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ചെസ് ട്രാപ്പാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. ചെസ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചെസ് ട്രാപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഉദാഹരണത്തിന് നമ്മുടെ എതിരാളികൾ ചെസ് ട്രാപ്പ് നമ്മളിൽ പരീക്ഷിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ കൃത്യമായി കളിച്ച് ആ ചെസ് ട്രാപ്പിൽ വീഴാതെ നമുക്ക് ആ കളി വിജയിക്കുവാനോ സമനിലയിലേക്ക് എത്തിക്കുവാനോ ഒക്കെ ശ്രമിക്കണമെങ്കിൽ എപ്പോഴും ചെസ് ട്രാപ്പ് മികച്ച ഓപ്ഷനുകൾ പെട്ടൊന്നാണ്. പക്ഷേ നമ്മൾ ചെസ് ട്രാപ്പുകൾ പഠിച്ച് അത് പരീക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ലൈനിലെ ഗെയിം വരൂ എന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു വേരിയേഷൻ ഉണ്ടാവും. എന്തായാലും ചെസ് ട്രാപ്പ് എന്തായാലും എല്ലാ വേരിയേഷനിലും കളിച്ച് ജയിക്കാൻ പറ്റുന്ന ചെസ് ട്രാപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ചെസ് ട്രാപ്പ് വേരിയേഷൻ മാത്രമേ നമുക്ക് അറിയിട്ടുണ്ടാവുള്ളൂ. എതിരാളി അതിൽ ഒരു മൂവ് തെറ്റിച്ച് കളിച്ചാൽ പിന്നെ നമ്മൾ അവിടെ എന്ത് കളിക്കണം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല. അതാണ് ഈ ചെസ് ട്രാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ ചെസ് ട്രാപ്പുകൾ പഠിക്കുന്നവർ കൃത്യമായിട്ട് അതിനെതിരെ എതിരാളി കളിച്ചാൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന വേരിയേഷൻസുകളൊക്കെ മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം മെയിൻ പ്ലേയേഴ്സിൻ്റെ അടുത്തൊക്കെ ചെസ് ട്രാപ്പ് ഇടാൻ ശ്രമിക്കുക. ചെറിയ പ്ലേയേഴ്സിനൊക്കെ എടുത്തിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കളി തീർത്തിട്ട് സ്ഥലം വിടാം. അതൊക്കെ അല്ലാത്തവരടുത്ത് കളിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. വൈറ്റ് E4 മൂവ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഓപ്പണിംഗ്. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് സെൻട്രൽ സ്ട്രൈക്ക് ചെയ്യാണ് പോട്ട് D4. ഇതിനാണ് നമ്മൾ സ്കോച്ച് ഗെയിം എന്നറിയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും കളിച്ചു വരാറുള്ള ഒരു ഓപ്പണിംഗ് കൂടിയാണ്. ഇവിടെ ബ്ലാക്ക് E5 ഇൻറ്റു D4 എടുക്കുന്നു. വൈറ്റ് ക്വീൻ ഇൻറ്റു D4 എടുക്കുന്നു. ഇവിടെ പോപ്പുലറായിട്ട് കളിച്ചു വരുന്ന മൂവ് തന്നെയാണ് നൈറ്റ് C6. ക്വീനിന് ത്രെഡ് കൊടുക്കുകയാണ്. ഇതിനെ സാധാരണയായി ക്വീനിനെ തിരിച്ചു കൊണ്ടുപോകാറാണ് പതിവ്. നമ്മുടെ ഈ ട്രാപ്പിൽ വരുന്നത് ക്വീൻ E3 ഇതാണ് നമ്മുടെ ട്രാപ്പിൽ വരുന്നത്. ട്രാപ്പിലെ നെക്സ്റ്റ് മൂവ് വരുന്നത് ബ്ലാക്ക് ടു പ്ലേ ബിഷപ്പ് B4 ചെക്ക്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കളിക്കുന്നു. നമ്മൾ പോൺ C3 കളിച്ചിട്ട് ആ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് A5 കളിക്കുന്നു. ഓക്കെ, ബിഷപ്പ് A5 മൂവിലേക്ക് ബ്ലാക്ക് കളിച്ചപ്പോൾ വൈറ്റ് ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് C4. വൈറ്റ് ബിഷപ്പ് C4 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റ് E7 കളിച്ചിട്ട് കാസ്ലിംഗ് ആയിട്ട് റെഡി ആവുന്നു. നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, അറ്റാക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ക്വീൻ ടു G3. നമ്മൾ G7 പോണിലേക്ക് ത്രെഡ് ചെയ്യാണ്. നെക്സ്റ്റ് മൂവ് ക്വീൻ ഇൻറ്റു G7 എടുക്കുക എന്നുള്ളത് തന്നെയാണ് ത്രെഡ്. കാരണം അത് F7ലേക്ക് ഒരു മെയ്റ്റിംഗ് ത്രെഡ് കൂടി കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ റൂക്ക് G8 ഇട്ടൊക്കെ നമുക്ക് ഈ ഒരു പരിഹാരം, നമുക്കിതൊരു പ്രശ്നം സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ നൈറ്റ് E7 ബ്ലാക്ക് കളിച്ച് തന്നെ കാസ്ലിംഗ് ചെയ്യാനാണല്ലോ. ഇവിടെ G6 പോലത്തെ മൂവ്സൊക്കെ അലൗഡാണ്. ബട്ട് G6 കളിച്ചാലുള്ള പ്രശ്നം ആ ഒരു ഡയഗണൽ വീക്കാവും എന്നുള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് കാസ്ലിംഗ് തന്നെ ചെയ്യുന്നു. ഇതോടുകൂടി കിങ് ഉപയോഗിച്ച് G7 പോൺ സപ്പോർട്ടുമാണല്ലോ. ഇവിടെ ബ്ലാക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പോൺ ടു H4 കളിക്കുന്നു. പോൺ H4 ത്രെഡ് ചെയ്യാണ്. നമ്മൾ ഉടൻ തന്നെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിവിടെ ഓപ്പണിംഗ് സ്ട്രാറ്റജിയോ തിയറീസ് ഒന്നും നോക്കുന്നില്ല. അറ്റാക്കാണ് നമ്മുടെ മൈൻഡിലുള്ളത്. ഇവിടെ ബ്ലാക്ക് നൈറ്റ് G6 കളിക്കുന്നു. ഐഡിയ സിമ്പിളായിട്ട് തന്നെ പറയാം. നൈറ്റ് C6 നൈറ്റോ G6 നൈറ്റോ E5 കളിക്കുക എന്നുള്ളതാണ് ഐഡിയ. ഇവിടെ വൈറ്റ് കളിക്കുന്നു പോൺ H5 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കിലുള്ളതുകൊണ്ട് തന്നെ ആവാം ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന മൂവ് G6 നൈറ്റിനെ E5 കളിച്ചിട്ട് എന്ത് ചെയ്യാണ്, C4 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ കളിക്കുന്ന മൂവ് ബിഷപ്പ് G5. ക്വീൻ അറ്റാക്കാണ് അല്ലേ, ക്വീനിന് അറ്റാക്കാണ്. ഈ ക്വീനൊന്ന് ശ്രദ്ധിച്ചേ, ക്വീൻ മൂവ് ചെയ്യാൻ ഓരോ സ്ക്വയർ മെയിനായിട്ടുള്ളൂ അല്ലേ. ബ്ലാക്ക് ടു പ്ലേ ക്വീൻ E8. ഓക്കെ, ബ്ലാക്ക് ക്വീനെ E8 കളിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ട്രാപ്പുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഷപ്പ് F6. നെക്സ്റ്റ് 1 മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ത്രെഡാണ് ക്വീൻ ഇൻറ്റു G7. ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും പ്രത്യേകിച്ചില്ല. കാരണം നൈറ്റ് G6 പോലത്തെ മൂവ്സൊക്കെ കളിക്കാം. പക്ഷേ ഇവിടെ പോൺ ഇൻറ്റു പോൺ. നെക്സ്റ്റ് മൂവിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നൈറ്റ് G6 കളിച്ചാൽ പോൺ ഇൻ നൈറ്റ്. ഇനി എന്ത് തന്നെ ബ്ലാക്ക് കളിച്ചിട്ടും കാര്യമില്ല. ഏകദേശം ഇവിടെ തീരുമാനമായി കഴിഞ്ഞു. H6 പോലത്തെ മൂവ്സ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവിടെ പോൺ ഇൻറ്റു പോൺ, അപ്പോൾ റൂക്കിൻ്റെയോ ക്യൂനിൻ്റെയോ എടുക്കും. അപ്പോൾ ഓൾറെഡി അത് പിന്നിങ്ങിലാണ്. അപ്പോൾ നെക്സ്റ്റ് മൂവിൽ ക്വീൻ ഇൻറ്റു G7 ചെക്ക് മേറ്റാണ്. കാരണം ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണുള്ളത്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വർക്ക് ചെയ്യില്ല. നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഓൺലി വൺ ഓപ്ഷൻ പോൺ G6. ഇവിടെ നമ്മൾ H5 ഇൻറ്റു G6 എടുക്കുന്നു. ഇനി ബ്ലാക്ക് എന്ത് കളിക്കാനും ബ്ലാക്കിൻ്റെ പ്രത്യേകിച്ച് കളികളൊന്നുമില്ല. ബ്ലാക്ക് ഇവിടെ H7 പോൺ ഇൻറ്റു G6 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ക്വീൻ ഇൻറ്റു G6 ഓൺലി വൺ ഓപ്ഷനാണ്. ബ്ലാക്കിന് സോറി നമ്മൾ പോണിൻ്റെ പോൺ എടുക്കുമ്പോൾ സോറി കേട്ടോ, ഒരു മിനിറ്റ്, ഒരു എറർ വന്നു. നമ്മൾ പോണിൻ്റെ പോൺ എടുക്കുമ്പോൾ ബ്ലാക്ക് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് നൈറ്റ് ഇൻറ്റു പോൺ എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് ഇൻറ്റു G6 എടുക്കുന്നു. ഇതാണ് ഇവിടെ നമ്മൾ ഉടൻ തന്നെ ക്വീൻ ഇൻറ്റു G6 എടുക്കുന്നു. നമ്മൾ ചെക്ക് കൊടുക്കുകയാണ്. ഒരു വണ്ടർഫുൾ മെയ്റ്റാണിത്. അപ്പോൾ ബ്ലാക്ക് പോൺ ഇൻറ്റു എടുക്കുന്നു. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ റൂക്കിനെ H8 കളിച്ചിട്ട് ചെക്ക് കൊടുക്കുമ്പോൾ ഗെയിം ചെക്ക് മേറ്റ് ആവുന്നു. റൂക്കിനെ H8 കളിച്ച് ചെക്ക് കൊടുത്തതോടുകൂടി ഗെയിം വൈറ്റ് വിൻ ചെയ്യുന്നു. അതായത് നമ്മൾ മനോഹരമായിട്ടുള്ളൊരു ട്രാപ്പായിരുന്നു ഇത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.